Hello all, welcome to once. നമ്മൾ സബ് എഞ്ചിനീയറിലുള്ള മൊഡ്യൂൾ വൈസ് പ്രാക്ടീസ് സെഷൻസിലാണ് 5 മൊഡ്യൂളും നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് മൊഡ്യൂൾ നമ്പർ 6 ആണ്. മൊഡ്യൂൾ നമ്പർ 6ൽ മെയിൻലി പവർ ഇലക്ട്രോണിക്സ്, മൈക്രോ പ്രോസസർ, മൈക്രോ കൺട്രോളർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആണ്. നമ്മൾ ഇന്ന് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വി വിൽ ബി ഓൺ പവർ ഇലക്ട്രോണിക്സ്. ഓക്കെ, സോ ലെറ്റ് us start. First question. For a diode, reverse recovery time is defined as the time between the instant diode current becomes zero and the instant reverse recovery current decays to. Okay. അപ്പോൾ എന്താണ് ഇത്? ഡയോഡിന്റെ റിവേഴ്സ് റിക്കവറി ടൈം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഡയോഡ് ഓഫ് ആകുമ്പോൾ എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ കറണ്ട് ഐ. അപ്പോൾ it will be like this. Okay. ഇവിടെ the instant at which current becomes zero, ഈ ഒരു ഇൻസ്റ്റന്റും ഈ കറണ്ടിന്റെ റിവേഴ്സ് കറണ്ടിന്റെ മാക്സിമം വാല്യൂ, ഈ മാക്സിമം വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് IRM ഓർ റിവേഴ്സ് പീക്ക് കറണ്ട് IRM. ഓക്കെ, അപ്പോൾ ഡയോഡ് ഓഫ് ആവുക എന്ന് പറയുമ്പോൾ കറണ്ടിന്റെ വാല്യൂ മാക്സിമം ടു സീറോയിലേക്ക് ആ ട്രാൻഷ്യന്റ് പീരീഡിനെയാണ് ഡയോഡിന്റെ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഡയോഡിന്റെ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ദ ഇൻസ്റ്റന്റ് അറ്റ് വിച്ച് ഡയോഡ് കറന്റ് ബിക്കംസ് സീറോ, ഈ ഒരു ഇൻസ്റ്റന്റും പീക്ക് റിവേഴ്സ് കറന്റ് IRMന്റെ 25%, 25% ഓഫ് IRM. അത് എവിടെ വരും? അപ്രോക്സിമേറ്റ്ലി ഹിയർ അല്ലെ. സോ ഈ രണ്ട് ഇൻസ്റ്റന്റ് തമ്മിലുള്ള ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിവേഴ്സ് റിക്കവറി ടൈം ഓർ TRR. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്തായിരിക്കും? ദ ഇൻസ്റ്റന്റ് ഡയോഡ് കറന്റ് ബിക്കംസ് സീറോ ആൻഡ് റിവേഴ്സ് റിക്കവറി കറന്റ് ഡിക്കേസ് ടു 25% ഓഫ് IRM. എന്താണ് 25% ഓഫ് IRM? ഇവിടെ പറയാനുള്ള ഒരു പോയിന്റും കൂടെ, അതായത് ഈ TRR ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ടൈം പീരിയഡ്സ്. ഓക്കെ, ഈ ഒരു ടൈം പീരീഡിനെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് TA ആൻഡ് ഈ ടൈം പീരീഡിനെ വി കോൾ ഇറ്റ് ആസ് TB. ഈ ടിഎയിലും TBയിലും എന്താ സംഭവിക്കുന്നത്? ടിഎയില് ചാർജ് സ്റ്റോർഡ് ഇൻ ഡിപ്ലീഷൻ റീജിയൻ ഈസ് റിമൂവ്ഡ്. ചാർജ് സ്റ്റോർഡ് ഇൻ ഡിപ്ലീഷൻ റീജിയൻ റിമൂവ്ഡ്. എപ്പോ? ഡ്യൂറിങ് ടൈം TA ആൻഡ് ഡ്യൂറിങ് ടൈം TB ചാർജ് സ്റ്റോർഡ് ഇൻ സെമി കണ്ടക്ടർ ലെയേഴ്സ് റിമൂവ്ഡ്. ബാക്കിയുള്ള സെമി കണ്ടക്ടർ ലെയേഴ്സിലുള്ള ചാർജ് ഈ TB എന്ന ടൈമിൽ എന്ത് ആവുന്നുണ്ട്? റിമൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് TA ആൻഡ് TB. ഇതിന്റെ ഒരു റേഷ്യോ ഉണ്ട്, S. വി കോൾ ഇറ്റ് ആസ് S. ഇറ്റ് ഈസ് TB/TA. എസിനെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് സോഫ്റ്റ്നെസ് ഫാക്ടർ. ഓക്കെ, സോഫ്റ്റ്നെസ് ഫാക്ടർ. സോ എന്താണ് സോഫ്റ്റ്നെസ് ഫാക്ടർ? S. ഇറ്റ് ഈസ് TB/TA. ഈ സോഫ്റ്റ്നെസ് ഫാക്ടറിന്റെ ബേസിസിൽ അഗെയിൻ ഡയോഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2. എസിന്റെ വാല്യൂ 1 ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് സോഫ്റ്റ് റിക്കവറി ഡയോഡ്. We call it as soft recovery diode. And S-ന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ we call it as fast recovery diode. Okay, fast recovery diode. അപ്പോൾ ഡയോഡിന്റെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി ഇത്രയും പോയിന്റുകൾ ഓർത്തിരിക്കുക കേട്ടോ. ഈ ഓരോരോ ടൈമിന്റെ എന്താണ് അതിന്റെ മീനിങ്, ആൻഡ് വാട്ട് ഈസ് TA ആൻഡ് TB ആൻഡ് വാട്ട് ഈസ് സോഫ്റ്റ്നെസ് ഫാക്ടർ S. Okay, so ഇതിന്റെ ആൻസർ ഓപ്ഷൻ C, 25% ഓഫ് IRM.
Second question. A device with metal semiconductor junction is. Metal semiconductor junction ഉള്ള ഡിവൈസ് ഏതാണെന്നാണ് ചോദ്യം. സി, ഇത് വരുന്നത് പവർ ഡയോഡിന്റെ ക്ലാസിഫിക്കേഷനിലാണ് കേട്ടോ. പവർ ഡയോഡ് ക്ലാസിഫിക്കേഷൻ. Based on what? Based on reverse recovery characteristics. Based on reverse recovery characteristics. അപ്പോൾ ഈ റിവേഴ്സ് റിക്കവറി ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പവർ ഡയോഡിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ആണ് ജനറൽ പർപ്പസ് ഡയോഡ്. ജനറൽ പർപ്പസ് ഡയോഡ്. ഇവിടെ എന്താണ്? ഇവിടെ we will be having a high TRR. എന്താണ് TRR? റിവേഴ്സ് റിക്കവറി ടൈം. ജനറൽ പർപ്പസ് ഡയോഡുകളിൽ റിവേഴ്സ് റിക്കവറി ടൈം വിൽ ബി ഹൈ, ഓഫ് ദ ഓർഡർ ഓഫ് 25 മൈക്രോ സെക്കൻഡ് വരെ അത് ഉണ്ടായിരിക്കും ഫോർ ജനറൽ പർപ്പസ് ഡയോഡ്. ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ഫാസ്റ്റ് റിക്കവറി ഡയോഡ്. Fast recovery diode, we will have a low value of TRR. How much? Approximately 5 microsecond. And the third classification is Schottky diode. Okay. ഈ ഷോർട്ട് കീ ഡയോഡിൽ നമ്മളെ നോർമൽ ഡയോഡ്സിൽ കാണുന്ന പോലെ ഒരു PN ജംഗ്ഷൻ ഡയോഡ് അല്ല. ഷോർട്ട് കീ ഡയോഡ് എന്താണ്? ഇറ്റ് ഈസ് എ മെറ്റൽ ടു സെമി കണ്ടക്ടർ ജംഗ്ഷൻ. എന്താണ് ഇവിടെ? മെറ്റൽ ടു സെമി കണ്ടക്ടർ ജംഗ്ഷൻ. നോർമലി യൂസ് ചെയ്യുന്ന മെറ്റൽ ഇറ്റ് ഈസ് അലൂമിനിയം, സെമി കണ്ടക്ടർ ഇറ്റ് ഈസ് സിലിക്കൺ. സോ ഇവിടെ ഒരു PN ജംഗ്ഷൻ ഡയോഡ് അല്ല. സോ ഇവിടെ ഡിപ്ലീഷൻ റീജിയൻ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല? there is no stored charge. Okay, there is no stored charge. അതുകൊണ്ട് തന്നെ ഇവിടെ ഡയോഡ് ഓഫ് ആവാൻ പ്രത്യേകിച്ച് ടൈം ഒന്നും എടുക്കുന്നില്ല. വി ഹാവ് ഓൾമോസ്റ്റ് TRR ഓൾമോസ്റ്റ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? മെറ്റൽ സെമി കണ്ടക്ടർ ജംഗ്ഷൻ ഈസ് പ്രസന്റ് ഇൻ ഷോർട്ട്കി ഡയോഡ്. ഓക്കെ, ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഷോർട്ട്കി ഡയോഡ്. സോ മൂവിംഗ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 3. In a thyristor, the ratio of holding current to latching current is. Holding current to latching current ന്റെ റേഷ്യോ എന്തൊക്കെ? ആദ്യം നമുക്ക് നോക്കാം, ഒരു തൈറിസ്റ്ററിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്യാൻ തൈറിസ്റ്ററിന് 5 മെത്തേഡ്സ് ഉണ്ട് അല്ലേ? ഏതൊക്കെ? ഇറ്റ് ഈസ് ഫോർവേഡ് വോൾട്ടേജ്, ഗേറ്റ് ട്രിഗറിംഗ്, third one is dV by dt triggering, fourth one is temperature triggering, and the fifth one is light triggering. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് തൈറിസ്റ്ററിനെ എന്ത് ചെയ്യാം? വി ക്യാൻ സ്വിച്ച് ഇറ്റ് ഓൺ. അങ്ങനെ ഓൺ ചെയ്യുമ്പോൾ ഈ IL ആൻഡ് IH മീൻസ്, IL മീൻസ് ഇറ്റ് ഈസ് ലാച്ചിങ് കറണ്ട്. എന്താണ് ലാച്ചിങ് കറണ്ട്? ആദ്യം മനസ്സിലാക്കേണ്ടത് ബോത്ത് ദീസ് കറണ്ട്സ് കറസ്പോണ്ട്സ് ടു ആനോഡ് കറണ്ട്. ഇത് ഗേറ്റ് കറണ്ടിന്റെ വാല്യൂ അല്ല. ഈ ബോത്ത് കറണ്ട് ഈസ് ആനോഡ് കറണ്ട് വാല്യൂസ്. അതായത് ആനോഡ് കറണ്ട് IL-നെക്കാട്ടിലും മുകളിൽ വന്നാൽ മാത്രമേ നമ്മളുടെ തൈറിസ്റ്റർ ഓൺ സ്റ്റേറ്റിൽ നിൽക്കുകയുള്ളൂ. അതേപോലെ ആനോഡ് കറണ്ട് IH എന്താണ്? ഹോൾഡിംഗ് കറണ്ട്. അതായത് ആനോഡ് കറണ്ട് IH-നെക്കാട്ടിലും താഴെ വന്നാൽ മാത്രമേ നമുക്ക് ആ തൈറിസ്റ്ററിനെ ഓഫ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ IL ഈസ് റിലേറ്റഡ് വിത്ത് ഓൺ കണ്ടീഷൻ ആൻഡ് IH ഈസ് റിലേറ്റഡ് വിത്ത് ഓഫ് കണ്ടീഷൻ. ഇവിടെ ചോദ്യം എന്താണ്? റേഷ്യോ ഓഫ് IH by IL. So IH by IL ratio will come around 0.4.
ഇതേപോലെ they can also ask IL by IH. So what will be IL by IH? It will be 1 by 0.4 or it will be 2.5. Okay, ഈ ഒരു IL by IH ഒരു പ്രാവശ്യം ഗേറ്റിന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ IL by IH will be 2.5 and IH by IL will be 0.4. Okay, so next moving on to question number 4. In a thyristor, spread time is. എന്താണ് spread time? See, ഈ ഒരു ചോദ്യം it is from switching characteristics of thyristor. It is from switching chara of thyristor. Switching chara തന്നെ we have two characteristics, one during T on and one during T off. See, T on ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കറണ്ടിന്റെ വാല്യൂ കൂടും, വോൾട്ടേജിന്റെ വാല്യൂ കുറയും ആണല്ലേ. അതുപോലെ ടി ഓഫ് ആണെങ്കിൽ ഓഫ് മീൻസ് ജസ്റ്റ് ലൈക്ക് എൻ ഓപ്പൺ സ്വിച്ച്. ഓപ്പൺ സ്വിച്ച് ആണെങ്കിൽ കറണ്ടിന്റെ വാല്യൂ കുറയും, വോൾട്ടേജിന്റെ വാല്യൂ കൂടുകയുമാണ് സംഭവിക്കുക. അപ്പൊ ഇവിടെ ടി ഓണിൽ നമുക്കിവിടെ 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് ഡിലേ ടൈം. ഡിലേ ടൈം TD. Delay time is 90% of gate current IG to 10% IA. ഓക്കെ, ശരിക്കും ഇവിടെ നോക്കേണ്ടത് ഫ്രം 0 to 10% IA ആണ്. പക്ഷേ തൈറിസ്റ്റർ ഓൺ ആവണമെങ്കിൽ നമ്മൾ ഗേറ്റ് കറണ്ട് കൊടുത്തേ മതിയാകുള്ളൂ. സോ ഗേറ്റ് കറണ്ട് 90% എത്തിയ ആ ഇൻസ്റ്റന്റ് ടു ആനോഡ് കറണ്ട് 10% എത്തുന്ന ഇൻസ്റ്റന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് ഡിലേ ടൈം TD. ഇനി ഇതിനെ തന്നെ നമുക്ക് വോൾട്ടേജിന്റെ ടേംസിൽ പറയണമെങ്കിൽ ഇറ്റ് വിൽ ബി VA to 90% VA. ഇതാണ് TD. The next one is rise time. Rise time is represented by TR. So എന്തായിരിക്കും rise time? It is the time for 10% IA to 90% IA. INന്റെ 10% to 90% വരെ എത്താനുള്ള ആ ടൈമിനെയാണ് നമ്മൾ റൈസ് ടൈം എന്ന് പറയുന്നത്. വോൾട്ടേജിന്റെ കേസിൽ പറയുമ്പോൾ ഇറ്റ് വിൽ ബി ഫ്രം 90% VA to 10% VA. And the last one is spread time. Spread time TS. Spread time means it will be from 90% IA to 100% IA. വോൾട്ടേജിന്റെ കേസിൽ ഫ്രം 10% VA to ഒരു ചെറിയൊരു എന്തുണ്ടാവും? there will be a few voltage drop. So 10% VA to forward voltage drop. Ideally it should be 0, but practically we will have a few voltage drop. അപ്പോൾ ഇതാണ് ഡ്യൂരിങ് T on. ഇനി ഡ്യൂരിങ് T ഓഫിൽ ആണെങ്കിൽ we have TQ is equal to TRR plus TGR. എന്താണ് TQ? TQ is device turn of time. എന്താണ്? It is device turn of time. What is TRR? It is reverse recovery time. And what is TGR? It is recombination time. Okay, അപ്പോൾ ഇതിന്റെ എല്ലാം ഗ്രാഫ് ഉണ്ട്. ഗ്രാഫ് വരച്ചിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ എന്താ വന്നത് ചോദ്യത്തിൽ? ഇറ്റ് ഈസ് സ്പ്രെഡ് ടൈം. എന്താണ് സ്പ്രെഡ് ടൈം? സ്പ്രെഡ് ടൈം മീൻസ് 90% IA to 100% IA or 10% VA to forward voltage drop. So anode voltage drops from 10% of its initial value to 0. അതെ, this option is right. Option B എന്താണ്? Anode current rises from 90% to final. Yes, this option is also right. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്തായിരിക്കും? It will be option C. Okay, എന്താണ് ഓപ്ഷൻ D? Anode current rises from 10% to 90%. ഇത് എന്താണ്? It is TR. Okay, it is TR, rise time. അപ്പോൾ സ്പ്രെഡ് ടൈം നമുക്ക് ബോത്ത് കറണ്ടിന്റെ ടേംസിലും വോൾട്ടേജിന്റെ ടേംസിലും നമുക്ക് പറയാൻ സാധിക്കും.
അപ്പൊ ഇതാണ് ഒരു തൈറിസ്റ്ററിന്റെ സ്വിച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഈ ടേംസ് എല്ലാം ഓർത്തിരിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 5. എ സ്നബ്ബർ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് സ്നബ്ബർ സർക്യൂട്ട്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് തൈറിസ്റ്റർ, അല്ലെ? തൈറിസ്റ്ററിൽ തന്നെ ദർ ഇസ് 2 പ്രൊട്ടക്ഷൻ. ഏതൊക്കെ? ആദ്യത്തത് di/dt പ്രൊട്ടക്ഷൻ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് dv/dt പ്രൊട്ടക്ഷൻ. ഈ ഹൈ di/dt-യിൽ നിന്ന് തൈറിസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? വി യൂസ് ഇൻഡക്ടർ. ആൻഡ് ഹൈ dv/dt-യിൽ നിന്ന് തൈറിസ്റ്ററിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വി യൂസ് എ RC സീരീസ് സർക്യൂട്ട്. അപ്പൊ ഈ RC സീരീസ് സർക്യൂട്ടിനെ പറയുന്ന വേറൊരു പേരാണ് എന്ത്? സ്നബ്ബർ സർക്യൂട്ട്. ഓക്കെ, സോ ഹൗ വിൽ ബി ദ ഡയഗ്രാം? ഇത് നമ്മുടെ തൈറിസ്റ്റർ, you will have an inductor and then you will have a RC series circuit. This inductor is for high di/dt and this RC circuit is for high dv/dt. അപ്പോ ചോദ്യം, സ്നബ്ബർ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് എന്തായിരിക്കും? എ റെസിസ്റ്റർ ഇൻ സീരീസ് വിത്ത് എ കപ്പാസിറ്റർ across a thyristor. So ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഓപ്ഷൻ സി. ഇവിടെ പറയാനുള്ള ഒരു കാര്യം, when thyristors are connected in series, നമ്മൾ ഈ തൈറിസ്റ്ററിനെ സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ അവിടെയും ഈ തൈറിസ്റ്ററിന്റെ അക്രോസിൽ നമ്മളൊരു R പ്ലേസ് ചെയ്യുന്നുണ്ട്. എന്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്? ഒരു R പ്ലേസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് അത് പ്ലേസ് ചെയ്യുന്നത്? ഫോർ യൂണിഫോം വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ. തൈറിസ്റ്റേഴ്സ് സീരീസിൽ ആകുമ്പോൾ ഓരോരോ തൈറിസ്റ്ററിന്റെ അക്രോസിലുള്ള വോൾട്ടേജും സെയിം ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തൈറിസ്റ്ററിന്റെ അക്രോസിൽ നമ്മളൊരു റെസിസ്റ്റർ കൂടെ കണക്ട് ചെയ്യും. ആ റെസിസ്റ്ററിനെ പറയുന്ന പേരാണ് എന്ത്? ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഇക്വലൈസിംഗ് റെസിസ്റ്റർ. ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് ഇക്വലൈസിംഗ് റെസിസ്റ്റർ. ഇനി ഇവിടെ R മാത്രമല്ല, Rന്റെ കൂടെ ശരിക്കും നമ്മളൊരു കപ്പാസിറ്റർ കൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു RC സർക്യൂട്ട് ആണ് നമ്മൾ തൈറിസ്റ്റർ സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴും ഒരു RC സീരീസ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഈ സീന്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ്, സീന്റെ യൂസ് എന്താണ്? ഇറ്റ് ഈസ് ടു ബാലൻസ് റിവേഴ്സ് റിക്കവറി കറന്റ്. എപ്പോൾ? ഡ്യൂരിങ് ടേൺ ഓഫ്. അപ്പൊ ടേൺ ഓഫിന്റെ സമയത്ത് റിവേഴ്സ് റിക്കവറി കറണ്ടിനെ ബാലൻസ് ചെയ്യാനാണ് ഇവിടെ നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ കപ്പാസിറ്ററിനെ പറയുന്നത് ഇറ്റ് ഈസ് ഡൈനാമിക് ഇക്വലൈസിംഗ് സർക്യൂട്ട്. ഓക്കെ, ഡൈനാമിക് ഇക്വലൈസിംഗ് സർക്യൂട്ട്. അപ്പൊ ശരിക്ക് ഈ ആറിനും സീനും എത്ര ഫങ്ഷൻസ് ഉണ്ട്? ഒരു ഫങ്ഷൻ ഇറ്റ് ഈസ് ഫോർ dv/dt protection. Second function, when thyristors are used in series, R is used as static equalizing resistor for having uniform voltage distribution. ഈ C എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു ബാലൻസ് റിവേഴ്സ് റിക്കവറി കറന്റ്. ഓക്കെ, ആറിനെ പറയുന്നത് സ്റ്റാറ്റിക് ഇക്വലൈസിംഗ് റെസിസ്റ്റർ ആൻഡ് സീനെ പറയുന്നത് ഇറ്റ് ഈസ് ഡൈനാമിക് ഇക്വലൈസിംഗ് സർക്യൂട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇറ്റ് ഈസ് ഫ്രം സ്നബ്ബർ സർക്യൂട്ട്. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 6. എന്താണ്? ദ 3 ടെർമിനൽസ് ഓഫ് IGBT ആർ. സി, IGBT ഇന്നലെ നമ്മൾ അനലോഗ് സർക്യൂട്ട്സ് നമ്മൾ പഠിച്ചപ്പോൾ വി ഹാവ് ലേൺഡ് ഈ BJT-യിൽ എന്തായിരിക്കും? കണ്ടക്ഷൻ ലോസസ് വിൽ ബി ലോ. കണ്ടക്ഷൻ ലോസസ് വിൽ ബി ലോ. ബട്ട് മോസ്ഫെറ്റിൽ എന്തായിരിക്കും? സ്വിച്ചിങ് ലോസസ് വിൽ ബി ലോ. ഓക്കെ, അപ്പോൾ
ഈ രണ്ട് അഡ്വാൻറ്റേജും ഒരു ഡിവൈസിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? IGBT. സോ IGBT ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് BJT പ്ലസ് മോസ്ഫെറ്റ്. ഇങ്ങനെ ചെയ്തത് കൊണ്ട് നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണ്? വി വിൽ ഹാവ് ബോത്ത് ലോവർ കണ്ടക്ഷൻ ലോസ് ആൻഡ് ലോവർ സ്വിച്ചിങ് ലോസ്. അപ്പോ എന്താണ്, എങ്ങനെയാണ് BJT? BJT ഈസ് സംതിങ് ലൈക്ക് ദിസ് അല്ലേ? ഇത് ബേസ്, ഇത് കളക്ടർ, ഇത് എമിറ്റർ. ആൻഡ് ഹൗ ഈസ് മോസ്ഫെറ്റ്? മോസ്ഫെറ്റ് ഈസ് ലൈക്ക് ദിസ്. ഇത് ഗേറ്റ്, ഇത് ഡ്രെയിൻ, ഇത് സോഴ്സ്. സോ IGBT ഈസ് BJT പ്ലസ് മോസ്ഫെറ്റ്. സോ BJT പ്ലസ് മോസ്ഫെറ്റ് പറയുമ്പോൾ IGBT വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇത് ഗേറ്റ്, ഇത് കളക്ടർ ആൻഡ് ദിസ് വൺ ഈസ് എമിറ്റർ. ഇവിടെ നോക്കുക, മോസ്ഫെറ്റിൽ നമ്മൾ ഇന്നലെ നോക്കിയതാണ് ഗേറ്റ് ഈസ് ഇൻസുലേറ്റഡ് അല്ലെ? ദ വെസ്റ്റ് ഓഫ് ദ ബോഡിയിൽ നിന്ന് ഗേറ്റ് എന്താണ്? ഇൻസുലേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് SiO2 അല്ലെ? സിലിക്കൺ ഡയോക്സൈഡ്. അപ്പോൾ സിലിക്കൺ ഡയോക്സൈഡ് ഉള്ള കാരണം ഗേറ്റ് ഇൻസുലേറ്റഡ് ആണ്. സോ ഗേറ്റിന്റെ ഇംപിഡൻസ് ഈസ് വെരി ഹൈ. ആ ഒരു പ്രോപ്പർട്ടിയും ഇവിടെ എന്തുണ്ട്? IGBT ഉണ്ട് അല്ലെ? IGBTന്റെ ഗേറ്റും എന്താണ്? ഇൻസുലേറ്റഡ് ആണ്. സോ ഇൻ IGBT യു വിൽ ഹാവ് ഗേറ്റ്, കളക്ടർ ആൻഡ് ദെൻ emitter. So the correct answer will be option D അല്ലേ? collector, emitter and gate. Okay, yes. Then moving on to question 7. എന്താണ്? If a UJT has an internal resistance of RB1 RB2, what is the intrinsic standoff ratio? സിമ്പിൾ ആണ്. എന്താണ് ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ? എങ്ങനെയാണ് ഒരു UJTയുടെ സിമ്പിള്? ഇറ്റ് ഈസ് ഇതാണ് ഒരു UJT. ഓക്കെ, ഇതിനെ പറയുന്നത് എമിറ്റർ, ഇത് ബേസ് 1, ഇത് ബേസ് 2. അപ്പോൾ UJTന്റെ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ യു വിൽ ഫൈൻഡ് 2 ഇന്റേണൽ റെസിസ്റ്റൻസസ്. ഇത് E, ഇത് B2, ഇത് B1. സോ ദിസ് റെസിസ്റ്റൻസ് വിൽ ബി RB1 ആൻഡ് ദിസ് വിൽ ബി RB2. ഈ പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് ഈറ്റ പോയിന്റ് ഓർ A പോയിന്റ്. അപ്പോൾ വാട്ട് വിൽ ബി ദ വോൾട്ടേജ് ഓഫ് A? VA എന്തായിരിക്കും? വി ഹാവ് ടു അപ്ലൈ വോൾട്ടേജ് ഡിവിഷൻ റൂൾ അല്ലെ? സോ VA വിൽ ബി VB1 B2 ഇൻറ്റു RB1 ബൈ RB1 പ്ലസ് RB2. അപ്പോൾ ഈ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ ഈറ്റ. സോ ഈറ്റ വിൽ ബി RB1 ബൈ RB1 പ്ലസ് RB2. അപ്പോൾ ഇവിടെ എന്താണ് ഈറ്റന്റെ വാല്യൂ? വാട്ട് ഈസ് RB1? ഇറ്റ് ഈസ് 2 by 1 plus 2. So it will be 2 by 3. So answer will be 0.667. So it will be option A, 0.667. ഇനി UJTയിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യം കൂടെ, അതായത് UJTന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ IE B, it will be something like this. Okay, ഈ പോയിന്റിനെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് പീക്ക് പോയിന്റ്, ആൻഡ് ഈ പോയിന്റിനെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് വാലി പോയിന്റ്. സോ ചോദ്യം, വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് UJT ബിറ്റ്വീൻ പീക്ക് പോയിന്റ് ആൻഡ് വാലി പോയിന്റ്? സി, എന്താണ് പീക്ക് പോയിന്റ് ആൻഡ് വാലി പോയിന്റിലുള്ള UJTന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. കറണ്ടിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോൾട്ടേജ് എന്താണ് ചെയ്യുന്നത്? വോൾട്ടേജ് ഈസ് ഡിക്രീസിങ് അല്ലെ?
കറണ്ടിന്റെ വാല്യൂ എക്സ് ആക്സിസിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ വോൾട്ടേജിന്റെ വാല്യൂ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ഡിക്രീസിങ്. പക്ഷെ അക്കോർഡിംഗ് ടു ഓംസ് ലോ, അതായത് V = IR, കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കൂടണം അല്ലെ? വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടണം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതിന്റെ നേരെ ഉൾട്ട. അതായത് കറണ്ട് കൂടുമ്പോൾ വോൾട്ടേജ് കുറയാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീജിയനിൽ UJT എക്സിബിറ്റ്സ് നെഗറ്റീവ് റെസിസ്റ്റൻസ്. എന്താണ് UJT എക്സിബിറ്റ്സ് നെഗറ്റീവ് റെസിസ്റ്റൻസ്? അപ്പോൾ ഒരു ചോദ്യം, എന്താണ് പീക്ക് പോയിന്റും വാലി പോയിന്റിന്റെയും ഇടയിൽ UJTന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി നെഗറ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയനിലാണ് നമ്മൾ UJTനെ ഫോർ UJT ട്രിഗറിംഗ് സർക്യൂട്ട് ആൻഡ് UJT ഓസിലേറ്റേഴ്സ് സർക്യൂട്ടിൽ UJTനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ UJTനെ ഈ ഒരു റീജിയനിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ UJTനെ പറ്റി ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 8. Class A commutation is also called self commutation, resonant peak, complementary, and line commutation. See, we have how many commutations? A, B, C, D, E, F. Okay, 6 types of commutation is there. Apo ഏറ്റവും ഫസ്റ്റ് C for complementary commutation. എന്താണ് C? C is complementary commutation. E is external pulse commutation. External pulse commutation. So ഇവിടെ C for C, E for E. Next, A and F. A is for load commutation and F is line commutation. ഇത് F is line. ഓക്കെ, നമ്മൾ എന്താണ് യൂഷ്വലി ഫ്രണ്ട്സ് ആണ് എന്ത് ലൈന് അടിക്കുക അല്ലെ? അപ്പോൾ അങ്ങനെ അത് ഓർത്ത് വെക്കുക. F for friends for line. So F is line commutation and A is load commutation. ഇനി B എന്താണ്? B is resonant pulse commutation. Resonant pulse commutation. See, ഈ B and R ഏകദേശം ഒരേപോലെ ആണല്ലേ? B and R. So B is for resonant pulse commutation. And the last one is D. D is for impulse commutation. D is for impulse commutation. ഇനി A, അതായത് load commutation is also called self commutation. And F, അതായത് line commutation is also called natural commutation. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ചോദ്യത്തിൽ എന്താണ്? വാട്ട് ഈസ് ക്ലാസ് A? So class A is nothing but it is self commutation. Okay, so next moving on to question number 9. Chopper ആണല്ലേ? It is based on chopper. See, a step down chopper is operated in the continuous conduction mode in the steady state with a constant duty ratio D. If V0 is the magnitude of DC output voltage and Vs is the magnitude of DC input voltage, the ratio V0 by Vs is. നമുക്ക് 3 ചോപ്പേഴ്സ് ഉണ്ട് അല്ലേ? ആദ്യം ഏതാണ്? ഫസ്റ്റ് വൺ ഈസ് ബക്ക് കൺവെർട്ടർ, or it is a step down chopper. ഇവിടെ എന്താണ് ഇക്വേഷൻ? ഇറ്റ് ഈസ് V0 is equal to dBs. D is duty ratio and the value of D is from 0 to 1. അപ്പോൾ 0 to 1ന്റെ ഇടയിലുള്ള ഡിന്റെ ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും യു വിൽ ഗെറ്റ് V0 ലെസ് ദാൻ Vs. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. നെക്സ്റ്റ് ഈസ് ബൂസ്റ്റ് കൺവെർട്ടർ.
It is a step-up chopper. Step-up chopper. Here in the equation, it is V0 is equal to 1 by 1 minus D into Vs. Okay, Bs by 1 minus D. Here D in the value and then it is from 0 to 1. Upon 0 to 1 in the edel value substitute you will get V0 a higher value than Vs. And the last one is buck boost converter. Buck boost converter equation and it is V0 is equal to D by 1 minus D Vs. Okay, D by 1 minus D Vs. Here D in the value, if D is from 0 to 0.5. Okay, D is from 0 to 0.5. Assume that D is 0.2. But D 0.2 ആണെങ്കിൽ V0 എന്ത് വരും? 0.2 by 1 minus 0.2 Vs. അതായത് 0.2 by 0.8 Vs. അതായത് 1 by 4 അല്ലേ? അതായത് 0.25 Vs വരും. അതായത് 0 and 0.5 ഇടയിലാണ് D എങ്കിൽ then this will be a step down chopper. അതുപോലെ തന്നെ 0.5 1 ഇടയിലാണ് നമ്മളുടെ ഡ്യൂട്ടി റേഷ്യോന്റെ വാല്യൂ എങ്കിൽ this will be a step up chopper. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ടൈപ്സ് ഓഫ് ചോപ്പർ ആൻഡ് ദെയർ ഇക്വേഷൻ. എല്ലാ ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് സിമ്പിൾ ന്യൂമറിക്കൽസ് ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, and the last question, question number 10. If the chopper switching frequency is 400 hertz, f in the value in that is 400 hertz, and t on time is 0.4 milliseconds. What is t on? It is 0.4 milliseconds. The duty cycle of the chopper is, and then duty cycle D, duty cycle is t on by t, or t on by t on plus t off. ഇതാണ് ഡ്യൂട്ടി സൈക്കിളിന്റെ ഇക്വേഷൻ. പക്ഷെ ഇവിടെ എന്തില്ല, ടൈം പീരിയഡ് ഈസ് നോട്ട് ഗിവൻ അല്ലേ, പക്ഷെ എന്തുണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. സോ വെൻ ഫ്രീക്വൻസി ഈസ് 400 hertz, വാട്ട് ഈസ് ടി? ടി ഈസ് 1 by f, ഓർ ഇറ്റ് ഈസ് 1 by 400. അപ്പോ എന്താണ് ഡി? ഡി വിൽ ബി വാട്ട് ഈസ് T on? T on is 0.4 millisecond. Millisecond എന്ന് പറയുമ്പോൾ 0.4 by 1000 by T. What is T? It is 1 by 400. So what will be the answer? 0.4 by 1000 into 400. 0 cancel like we. So this will come as 0.4 into 0.4. That will be 0.16. Unit undo? Unit illa. Duty cycle has no unit. So the answer will be 0.16. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പവർ ഇലക്ട്രോണിക്സ് എന്നുള്ള 10 ചോദ്യങ്ങൾ. അപ്പോൾ ഇന്ന് ചോദ്യത്തിന്റെ ഒപ്പം പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ്സ് ആൻഡ് ഫോർമുലാസ് ഒക്കെ ഓർത്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. സോ താങ്ക് യു ഓൾ. ഓക്കെ, see you all in next class. Thank you.